we can discuss about cloning vectors or simply vectors. This is an important topic from Pharmaceutical Biotechnology Unit 2 of 6th semester B.Pharm. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീകോമിനൻ്റ് DNA ടെക്നോളജിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐസൊലേഷൻ ഓഫ് ടാർഗറ്റ് ജീൻ, കട്ടിംഗ് ഓഫ് ഫോറിൻ DNA ടു ഫ്രാഗ്മെൻറ്റ് ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് സെലക്ഷൻ ഓഫ് എൻ വെക്ടർ. അപ്പോൾ ഈ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള വെക്ടറുകൾ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആസ് എ ഡെഫിനിഷൻ, vector can be defined as a vehicle DNA which is used to carry foreign DNA to generate recombinant construct so that it should allow easy amplification of chimeric DNA in host. Also, this can be defined in another way. These are DNA molecules which are used for carrying a exogenous DNA into an host organism, and it will facilitate stable integration and replication inside the host system. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഡിസൈർഡ് DNA അല്ലെങ്കിൽ ജീനിനെ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം ആ ഡിസൈർഡ് DNA ഒരു ഹോസ്റ്റിൻ്റെ അകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ DNA ആണ്, അല്ലെങ്കിൽ ഒരു എക്സോജീനിയസ് DNA തന്നെയാണ് ഈ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്തിനാണ്? ടു ക്യാരി എ ഫോറിൻ DNA. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹോസ്റ്റിൻ്റെ അകത്തില്ലാത്ത ഒരു DNA ഒരു ഹോസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു DNA പറയുന്ന പേരാണ് കൈമറിക് DNA അല്ലെങ്കിൽ recombinant construct എന്ന് പറയുന്നത്. Okay, so that is the definition of vector. Now coming to the features. എന്തൊക്കെയാണ് ഒരു വെക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവേണ്ട അതിൻ്റെ മിനിമം ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈസ് ഇറ്റ് ഷുഡ് ഹാവ് ആൻ റെപ്ലിക്കോൺ. റെപ്ലിക്കോൺ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ വെക്ടറിന് സ്വന്തമായിട്ട് റെപ്ലിക്കേഷൻ തുടങ്ങാൻ ഉള്ള ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാവണം. ആ ഒരു സ്ഥലത്തുനിന്ന് അത് വീണ്ടും വീണ്ടും റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സെക്കൻഡ് ഈസ് ഇറ്റ് ഷുഡ് റെപ്ലിക്കേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. സെല്ലിൻ്റെ റെപ്ലിക്കേഷൻ അല്ലാതെ തന്നെ ഈ ഒരു DNA മോളിക്യൂളിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. സാധാരണ സെല്ല് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സെല്ലിലുള്ള ജനറ്റിക് മെറ്റീരിയൽ റെപ്ലിക്കേറ്റ് ചെയ്യാറുണ്ട്. ആ റെപ്ലിക്കേഷൻ അല്ലാതെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ആൻഡ് ഇറ്റ് ഷുഡ് ക്യാപ്പബിൾ ഓഫ് റെപ്ലിക്കേറ്റിംഗ് ഇൻസൈഡ് ദ ഹോസ്റ്റ് സെൽ. നമ്മൾ ഏതൊരു ഹോസ്റ്റ് സെല്ലിലോട്ടാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് സ്വന്തമായിട്ട് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് സം യുണീക്ക് ക്ലീവേജ് ഓർ റെസ്ട്രിക്ഷൻ സൈറ്റ്. നമുക്ക് ഒരു ഫോറിൻ DNA ഈ വെക്ടറിലോട്ട് ലിഗേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെക്ടറിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കട്ട് ചെയ്യാൻ പാകത്തിനുള്ള ക്ലീവേജ് സൈറ്റസുകൾ ഉണ്ടാവണം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലീവേജ് സൈറ്റുകൾ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ആൻ സെലക്റ്റബിൾ മാർക്കർ ജീൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിലോട്ട് വെക്ടറിലോട്ട് ഡിസൈർഡ് DNA ആഡ് ചെയ്യും. അത് ഒരു റീകോമിനൻ്റ് DNA കിട്ടും. അതിനെ നമുക്കൊരു ഹോസ്റ്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതിനെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യും. റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സെല്ലിലാണോ റീകോമിനൻ്റ് DNA ഉള്ളത് ആ റീകോമിനൻ്റ് DNA ഉള്ള സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റീകോമിനൻ്റ് DNAക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ വേണം. അതിനെ ഒരു മാർക്കിംഗ് വേണം. ഇന്ന സംഗതി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് റീകോമിനൻ്റ് DNA ഉള്ള സെല്ലുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു മാർക്കിംഗ് വേണം. അപ്പോൾ അങ്ങനത്തെ മാർക്കർ ജീൻസുകളായിരിക്കും. ഈ മാർക്കർ ജീൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില പ്രോപ്പർട്ടീസുകളായിരിക്കാം. ഫോർ എക്സാമ്പിൾ ആംബിസിലിൻ റെസിസ്റ്റൻ്റ് പ്രോപ്പർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻ്റ് പ്രോപ്പർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഹിസ്റ്റഡിൻ എന്ന് പറയുന്ന
അമിനോ ആസിഡ് അതിനെ സിന്തസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പ്രോപ്പർട്ടിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനുകൾ ഈ വെക്ടറിൽ ഉണ്ടായിരിക്കണം. അതിനെയാണ് മാർക്കർ ജീൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വെക്ടർ ഷുഡ് ബി സ്മോൾ ഇൻ സൈസ്, എത്രയും ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ചെറിയതായിരിക്കണം വെക്ടർ. ആൻഡ് ആൾസോ ഇറ്റ് ഷുഡ് ഏബിൾ ടു ഇൻകോർപ്പറേറ്റ് ലാർജ് ഇൻസേർട്ട് സൈസ്. നമുക്ക് പുറത്തുനിന്ന് കൊടുക്കേണ്ട ഒരു DNA അതിൻ്റെ ഒരു ലാർജ് സൈസിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന സ്മോൾ സൈസിലുള്ള വെക്ടർ ആയിരിക്കണം. ആൻഡ് ഹൈ കോപ്പി നമ്പർ, അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമ്പർ ഓഫ് റിക്കോമിനൻ്റ് DNAസുകൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കണം. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് വെക്ടേഴ്സ്. നൗ കമ്മിങ് ടു ദ ടൈപ്സ്. There are two types of vectors. First one is cloning vector and second one is expression vector or construct vector or expression construct. പേര് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ക്ലോണിങ് എന്ന് പറയുന്ന സമയത്ത് ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു റിക്കോമിനൻ്റ് DNA കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ന്യൂമറസ് ആയിട്ടുള്ള കോപ്പീസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന വെക്ടേഴ്സിനെയാണ് ക്ലോണിംഗ് വെക്ടർ. ക്ലോണിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വെക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേതാണ് എക്സ്പ്രഷൻ വെക്ടർ. പേര് തന്നെ ക്ലിയർ ആവുന്നുണ്ടാവും. ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ട ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അതാണ് പ്രോട്ടീൻ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാകും. എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ട്രാൻസ്ലേഷൻ ആസ് വെൽ ആസ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടത്തിയിട്ട് നമുക്ക് വേണ്ട ഒരു പ്രോട്ടീൻ, ചിലപ്പോൾ ഒരു ഹോർമോൺ ആയിരിക്കാം ലൈക്ക് ഇൻസുലിൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എൻസൈം ആയിരിക്കാം ലൈക്ക് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന് പറയുന്ന ക്ലോട്ടിനെ ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈം ആയിരിക്കാം. ഇങ്ങനെയുള്ള സംഗതികളെ എക്സ്പ്രസ് ചെയ്യുന്ന ആ പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടുന്ന വെക്ടേഴ്സുകളായിരിക്കും. ഇങ്ങനെ അതിന് ഒരു ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നൗ കമ്മിങ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വെക്ടർ, അതായത് നമ്മൾ ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്ലാസ്മിഡ്, ബാക്ടീരിയോഫേജ്, കോസ്മിഡ്, TI പ്ലാസ്മിഡ്, ആർട്ടിഫിഷ്യൽ ക്രോമസോം വിച്ച് ഇൻക്ലൂഡ് ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമസോം, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആൻഡ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആൻഡ് ഷട്ടിൽ വെക്ടേഴ്സ്. ഓക്കെ, ഇത്രയും നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ സംഗതികൾ നമ്മളൊരു 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വെച്ച് നമുക്ക് നിർത്താൻ പറ്റും. വെക്ടർ എന്ന് പറയുന്നത് ഒരു 5 മാർക്കിന് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ 10 മാർക്ക് റീകോമിനൻ്റ് DNA ടെക്നോളജിയുടെ കൂടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പെഷ്യൽ എംഫസിസ് ഓൺ ക്ലോണിംഗ് വെക്ടേഴ്സ് ആൻഡ് മോളിക്കുലാർ ടൂൾസ് അല്ലെങ്കിൽ മോളിക്കുലാർ എൻസൈംസ് യൂസ്ഡ് ഇൻ റീകോമിനൻ്റ് DNA എന്ന് പറഞ്ഞൊരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഇനി അതുമാത്രമല്ല, ഇതിൽ പറയുന്ന പ്ലാസ്മിഡ് എന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് ചിലപ്പോൾ 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. പ്ലാസ്മിഡിൽ തന്നെയുള്ള ഒരു ടൈപ്പായിട്ടുള്ള PBr 322 എന്ന് പറയുന്ന പ്ലാസ്മിഡിനെ കുറിച്ച് മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. പ്ലാസ്മിഡ്, ബാക്ടീരിയോഫേജ്, കോസ്മിഡ്, TI പ്ലാസ്മിഡ്, ആർട്ടിഫിഷ്യൽ ക്രോമസോം വെക്ടർ ആൻഡ് ഷട്ടിൽ വെക്ടേഴ്സ്. സ്റ്റാർട്ട് വിത്ത് ദ പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയൽ ആണ് വിച്ച് ആർ ഡബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലോസ്ഡ് സർക്കുലർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് DNA വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ എക്സ്ട്രാ സെല്ലുലാർ, എക്സ്ട്രാ ക്രോമസോമൽ സെല്ലിൻ്റെ അകത്ത് തന്നെയാണ് എക്സ്ട്രാ ക്രോമസോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലാതെ കാണുന്ന ഒരു DNA ആണ്. വിച്ച് വിൽ റെപ്ലിക്കേറ്റ് ആൻഡ് ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി, റെപ്ലിക്കേറ്റ് ചെയ്യാനും അടുത്ത ജനറേഷനോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. യൂഷ്വലി ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ഓൺലി 0.5 to 5% ഓഫ് ദി ടോട്ടൽ DNA. ആൻഡ് പ്ലാസ്മിഡ് റേഞ്ച് ഇറ്റ് സൈസ് ഫ്രം 1 to 200 kb. അപ്പോൾ ഇതിൻ്റെ സൈസ് എത്രയാണെന്നുള്ളതാണ്. പ്ലാസ്മിഡിൻ്റെ സാധാരണയുള്ള സൈസ് എന്ന് പറയുന്നത് 1 to 200 kb. ഈ KB എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ബേസ് പെയർ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബേസ് പെയർ എന്ന് പറയുന്നത് ഓരോ ബേസ് പെയറിൻ്റെ നമ്പറാണ്. ഇത് കിലോ ബേസ് പെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 200 into 1000 ബേസ് പെയർസുകൾ ഉള്ളതാണ്. 1 to 200 kb എന്ന് പറയുന്ന സമയത്ത് അത്രത്തോളം into 1000 ബേസ് പെയറുകളാണ്. അത്രയും സൈസ് ഉള്ളതാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ആൻഡ്
കോപ്പി നമ്പർ ഈസ് 1 to 50. ഒരു സിംഗിൾ പ്ലാസ്മിഡിന് 1 to 50 നമ്പർ ഓഫ് പ്ലാസ്മിഡ്സുകളായിട്ട് കോപ്പി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ഇറ്റ് മേ ബി ഐദർ സിംഗിൾ കോപ്പി പ്ലാസ്മിഡ് ഓർ മൾട്ടിപ്പിൾ കോപ്പി പ്ലാസ്മിഡ്. അതായത് ഒരു സെല്ലിൻ്റെ അകത്ത് ഒറ്റ പ്ലാസ്മിഡ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിംഗിൾ കോപ്പി പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. മൾട്ടി കോപ്പി പ്ലാസ്മിഡ് ആണെന്നുണ്ടെങ്കിൽ 10 to 20 ജീനോം എന്ന് പറയും. ഓക്കെ, നോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്മിഡ്. അതിൽ എന്ത് ടൈപ്പാണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നുള്ളതിനനുസരിച്ചും എത്രത്തോളം നമ്പേഴ്സ് ഓഫ് പ്ലാസ്മിഡ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചും ഏത് ടൈപ്പ് പ്ലാസ്മിഡ് ആണ് എന്നുള്ളതിനനുസരിച്ചും പ്ലാസ്മിഡ്സിനെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കോൺജുഗേറ്റീവ്. കോൺജുഗേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സെല്ലുകൾ തമ്മിൽ കോൺജുഗേഷൻ ട്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺജുഗേഷൻ ട്യൂബിലൂടെ ജീൻ ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത് അങ്ങനെയുള്ള സെല്ലിന് ആ കോൺജുഗേഷൻ ട്യൂബ് ഉണ്ടാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്ലാസ്മിഡുള്ള അങ്ങനെയുള്ള പ്ലാസ്മിഡിനെയാണ് കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. നോൺ കോൺജുഗേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് അങ്ങനത്തെ ജീൻ ഇല്ലാത്ത പ്ലാസ്മിഡ്. ദെൻ സ്ട്രിഞ്ചൻറ്റ് പ്ലാസ്മിഡ് ആൻഡ് റിലാക്സ്ഡ് പ്ലാസ്മിഡ്. സ്ട്രിഞ്ചൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് നമ്പറാണ്, 1 or maximum of 2 പ്ലാസ്മിഡ് പെർ സെൽ. റിലാക്സ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് മേ കണ്ടെയ്നിങ് മോർ ദാൻ 2 പ്ലാസ്മിഡ് ഇൻ എ സെൽ. അതിനാണ് റിലാക്സ്ഡ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ദെൻ എഫ് പ്ലാസ്മിഡ് which is responsible for their own transfer. ആ പ്ലാസ്മിഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ജീൻസുകൾ അതിന് പ്രൊസസ് ചെയ്യുന്ന ജീൻസിനെയാണ് എഫ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ആർ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കൊടുക്കുന്ന പ്ലാസ്മിഡ്സുകളാണ്, വിച്ച് ക്യാരി റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്. നൗ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ് ഫോർ പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് എന്ന് പറയുന്ന സമയത്ത് ചില സമയത്ത് അതിൻ്റെ എക്സാമ്പിൾസുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, വിത്ത് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഇത് സാധാരണ മൈക്രോബയോളജിയുടെ കൂടെ ഉണ്ടായിരുന്നൊരു സബ്ജക്റ്റാണ്. ആ സമയത്ത് വൈവൊക്കെ ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യനാണ് ഗീവ് മി ആൻ എക്സാമ്പിൾ ഫോർ പ്ലാസ്മിഡ് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമുക്കിതിന് തിയറി മാത്രമാണ്, അതുകൊണ്ട് വൈവ ഇല്ല. പക്ഷേ പ്ലാസ്മിഡ് മാത്രമായിട്ട് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളിതിൽ പ്ലാസ്മിഡിൻ്റെ എക്സാമ്പിൾസുകൾ കോട്ട് ചെയ്യേണ്ടി വരും. സോ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ഇസ് PBr 322. ആ എഴുതുന്നത് അങ്ങനെ തന്നെ എഴുതണം. സ്മോൾ ലെറ്റർ P, ക്യാപിറ്റൽ ലെറ്റർ B ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ R 322. ഇത് പേര് കൊടുത്തിരിക്കുന്നത് ആരാണ് അത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടുള്ളതാണ്. ബൊളീവിയർ ആൻഡ് റോഡ്രിക്കസ് എന്ന് പറയുന്ന 2 ആൾക്കാരാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഫസ്റ്റ് P ഈസ് കറസ്പോണ്ട് ടു പ്ലാസ്മിഡ്. പ്ലാസ്മിഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയ സ്മോൾ ലെറ്റർ P എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ BP എന്ന് പറയുന്നത് ബൊളിവർ, റോഡ്രിക്കസ് എന്ന് പറയുന്നവരുടെ ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് 322 എന്ന് പറയുന്നത് അവർ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രെയിൻസിൻ്റെ നമ്പറുകളൊക്കെയാണ് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത്. അതർ ടൈപ്സ് ഓഫ് പ്ലാസ്മിഡ്സ് ആർ PBr 325, PBr 328 ആൻഡ് PBr 329. PBr 322 ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഫോർ പ്ലാസ്മിഡ്. നമ്മൾ സ്ഥിരമായിട്ട് കോട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് PBr 322 എന്നുള്ളത്. ഓക്കെ, another plasmid is PUC19, plasmid discovered from University of California. Now these are some natural plasmids, examples of natural plasmids and its size. കിലോ ബേസ് പെയറിലുള്ള അതിൻ്റെ സൈസാണ്, അതിൻ്റെ ഹോസ്റ്റ് റേഞ്ച് ഏതൊക്കെയോ ഹോസ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിലുള്ള മാർക്കർ ജീൻസുകൾ ഏതൊക്കെയാണ്, സ്ട്രെപ്റ്റോമൈസിൻ ആണോ സൾഫോണമൈഡ് അങ്ങനെയുള്ള ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ RSF 100, കോൾ E1, R100 എന്നൊക്കെ ഉള്ളതൊക്കെയാണ് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പ്ലാസ്മിഡിനുള്ള എക്സാമ്പിൾസുകൾ. നൗ കമ്മിങ് ടു സ്പെസിഫിക് വൺ, PBr 322 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്മിഡാണ്. അപ്പോൾ എന്താണ് PBr 322 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു ഫിഗർ നിർബന്ധമായിട്ടും വരക്കുക. ജസ്റ്റ് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർക്കുലർ ആയിട്ടുള്ള ഒരു DNA ആണ്. അതിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈമിനുള്ള സൈറ്റുകളുണ്ട്. എക്കോ R1, HIND3, BAM-H1, SAL1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈമിൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റുകളുണ്ട്. അതായത് ആ ഒരു സ്ഥലത്താണ് എക്കോ R1 കട്ട് ഉണ്ടാക്കുന്നത്, അതിനെ ക്ലീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. HIND31, PST1 എന്നൊക്കെ പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈമിൻ്റെ സൈറ്റുകളാണ്. ദെൻ ദർ ഈസ് ആൻ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ.
ആ സ്ഥലത്തു നിന്നാണ് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദർ ആർ 2 മാർക്കർ ജീൻ, ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആൻ പ്ലാസ്മിഡ് വെക്ടർ PBr322. It have an base pair length of 4361 base pair length, which have an replicon or which is responsible for the replication of plasmid and gene coded for encoding proteins. There is an tetracycline resistant gene and there is an beta lactamase resistant gene which will provide ampicillin resistance. So this is the structure of PBr322. Another plasmid is PUC19, which consists of 2686 base pair. There is an origin of replication ORI. Then there is an BLA, that is beta lactamase resistant gene and ampicillin resistant gene and then there is an lac-opron system ഉണ്ട് ഇവിടെ. lac-opron system നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഗ്ലൂക്കോസിൻ്റെ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജീനും കൂടിയാണ് lac-opron എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വെക്ടർ ഇസ് ബാക്ടീരിയോഫേജ്. രണ്ടാമത്തെ നമ്മൾ പ്ലാസ്മിഡ് കഴിഞ്ഞ് രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ള വെക്ടറാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ മൈക്രോബയോളജിയിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ദിസ് ഈസ് ആൻ വൈറസ് വിച്ച് വിൽ ഇൻഫെക്റ്റ് ഓൺ ബാക്ടീരിയ which have an origin of replication, and advantage over plasmid is it can take large DNA, 2 kilo base pair വരെയുള്ള സെഗ്മെന്റ് ഓഫ് ഡിസൈഡ് ഡി എൻ എനെ നമുക്ക് ഇതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, യൂഷ്വലി കോൾഡ് ഫേജ് and it is constructed from 2 basic component, protein and nucleic acid. ഇതൊക്കെ ഫേജിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. There are commonly 2 type of phages. ലാംഡ ഫേജസ് എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജ് ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ദെൻ ഇതുവഴി നടത്തുന്ന ജീൻ ട്രാൻസ്ഫർ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഡക്ഷൻ എന്താണെന്നുള്ളതൊക്കെ വൈറസിൻ്റെ റെപ്ലിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിൽ നിന്നുള്ള ലാംഡ ഫേജിൻ്റെ ഒരു സ്ട്രക്ചർ പഠിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഈ മെയിനായിട്ട് പറയാനുള്ളത് ഒരു കോസൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. കോസൈറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹോസ്റ്റ് മീൻസ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇതിലുള്ള ഒരു എന്താ പറയുക ലാംഡ ഫേജിലുള്ള മെയിനായിട്ടുള്ള ഒരു DNA ആണ് ഈ കോസൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ യുണീക്നെസ് എന്ന് പറയുന്നത്. ഒരു ഈക്കോളൈനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു വൈറസ് ആണ്. ഹെഡ് അതുപോലെ തന്നെ DNA റീജിയൻസുകളൊക്കെ ഉണ്ട്. സർക്കുലർ ഫോമിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് ഫാർ 48,508 ആണ്. ലീനിയർ ഫോമിലാണെന്നുണ്ടെങ്കിൽ 48,490 ബേസ് പെയറുകളുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. Then another example for bacteriophage vector is bacteriophage M13. M13 എന്ന് പറയുന്ന ഒരു ബാക്ടീരിയോഫേജും കൂടി ബാക്ടീരിയോഫേജ് വെക്ടറിനുള്ള വേറൊരു എക്സാമ്പിൾ ആണ്. ദിസ് ഈസ് എൻ ഫിലമെൻറ്റസ് ഫേജ് വിത്ത് 6,407 ബേസ് പെയർ which is a single standard circular DNA phage of E. coli, and there are different genes 3, 6 ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീൻസുകളുണ്ട്. അതിൽ 3, 6, 7, 8 and 9 വിച്ച് എൻകോഡഡ് ഫോർ ദ സ്ട്രക്ചറൽ പ്രോട്ടീൻ. ഈക്കോളയുടെ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് ഹെഡ് ടൈലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻസുകളാണ്. 2, 5, 10 വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫേജ് DNA replication, and 1, 4, 11 which responsible for the assembly and secretion of the phage from the cell. So these are the bacteriophage M13. Now there is a recombinant type of vector. അതായത് നമ്മൾ രണ്ട് രീതിയിലുള്ള വെക്ടറിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വെക്ടറാണ് കോസ്മിഡ് എന്ന് പറയുന്നത്. പ്ലാസ്മിഡിനെയും ബാക്ടീരിയോഫേജിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പുതിയ വെക്ടറാണ് കോസ്മിഡ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ കോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള
കോ സീക്വൻസ് ആയിട്ടുണ്ട്, ഫേജ് അല്ലെങ്കിൽ ബാക്ടീരിയോ ഫേജിലുള്ള കോ സീക്വൻസ് സൈറ്റ്. അതൊരു 2000 ബേസ് പെയർ ഉള്ള DNA സീക്വൻസ് ആണ്, വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ DNA പാക്കേജിംഗ് ഇൻ ടു ദ ഫേജ് പാർട്ടിക്കിൾ ഡ്യൂറിങ് ലൈറ്റിക് ഇൻഫെക്ഷൻ. ആൻഡ് ദിസ് കോസ് സൈറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു സ്മാൾ പ്ലാസ്മിഡ് വെക്ടേഴ്സ്. ചെറിയ പ്ലാസ്മിഡ് വെക്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ കോസ്മിഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലാർജ് DNA ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലത്തിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്ലാസ്മിഡിൽ ഒരു സ്മോൾ DNA, ഡിസൈഡ് DNA മാത്രമാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് ആ ഒരു പ്രോബ്ലത്തിന്, ആ ടെക്നിക്കൽ പ്രോബ്ലത്തിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാർജ് പീസ് ഓഫ് DNA ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്മിഡുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ 25 to 45 കിലോ ബേസ് പെയർ വരെയുള്ള ഡിസൈഡ് DNA ഒക്കെ നമുക്ക് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് പൊസസ് എ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആൻഡ് ദർ ഈസ് ആൻ സെലക്ടബിൾ മാർക്കർ ജീൻ, ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഉണ്ട്. ദെൻ ദർ ഈസ് എ കോ സൈറ്റ് ഫ്രം ദ ഫേജ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞു, ലാർജ് സൈസ് ഓഫ് DNA നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ദർ ആർ സം ഡിസഡ്വാൻറ്റേജസ്. 50 കിലോ ബേസ് പെയറിൻ്റെ മുകളിലുള്ള DNA നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെക്ടേഴ്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വെക്ടർ ഈസ് TI പ്ലാസ്മിഡ്. സാധാരണ പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെക്ടറാണ്. പ്ലാന്റിലൊക്കെ റീകോമിനൻ്റ് DNA ടെക്നോളജി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെക്ടറാണ് TI പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. നാച്ചുറൽ പ്ലാന്റ് വിച്ച് ബിലോങ് ടു അഗാരോ ബാക്ടീരിയം ടൂമിഫാഷ്യൻസ് എന്ന് പറയുന്ന സോയിൽ ബാക്ടീരിയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്ലാസ്മിഡാണ് ഈ ഒരു TI പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ബാക്ടീരിയൻ്റെ സെല്ലിൽ, പ്ലാന്റ് സെല്ലിൽ ക്യാൻസറസ് ഗ്രോത്തുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്ലാസ്മിഡാണ് TI പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ഷട്ടിൽ വെക്ടർ. ഷട്ടിൽ വെക്ടർ എന്ന് പറയുന്നത് നമ്മൾ അനദർ ടൈപ്പ് ഓഫ് വെക്ടറാണ്. രണ്ട് രീതിയിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ ഒന്നില്ലെങ്കിൽ ഒരു സെല്ലിൽ, ഒരു സ്പെസിഫിക് സെല്ലിലോട്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് ഒന്നുക്കൊരു യൂക്കാരിയോട്ടിക് സെല്ലിലോട്ട് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോകാരിയോട്ടിക് സെല്ലിലോട്ട് മാത്രമായിരിക്കാം. ഷട്ടിൽ വെക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ക്യാൻ പ്രൊപ്പഗേറ്റ് ദ റീകോമിനൻ്റ് DNA ഇൻ ടു ഡിഫറെൻറ്റ് ഹോസ്റ്റ് സ്പീഷീസ്. അതൊരു യൂക്കാരിയോട്ടിലോട്ടും പ്രോകാരിയോട്ടിക് ഹോസ്റ്റിലോട്ടും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഷട്ടിൽ വെക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത്. അനദർ ഫീച്ചർ ഈസ് ഇറ്റ് വിൽ ക്വിക്ക്ലി മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ, ആൻഡ് ആൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വിട്രോ എക്സ്പെരിമെൻറ്റ് ആൻഡ് മോഡിഫിക്കേഷൻ സച്ച് ആസ് മ്യൂട്ടാജനസിസ്. നമുക്ക് പുറത്ത്, നമുക്ക് ടെസ്റ്റ് ട്യൂബിലൊക്കെ ഈ ജീൻ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആർട്ടിഫിഷ്യലായിട്ട് ജീൻ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെക്ടറാണ് ഷട്ടിൽ വെക്ടർ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസുകളാണ് ആർട്ടിഫിഷ്യൽ ക്രോമസോമുകളായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഈസ്റ്റ് ക്രോമസോം അല്ലെങ്കിൽ ഈസ്റ്റ് ഷട്ടിൽ വെക്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിലും ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, സെലക്ടബിൾ മാർക്കർ ജീൻസുകളുണ്ട്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ്, ബീറ്റാ ലാക്ടമേസ് ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് ജീൻസുകളുണ്ട്, ദെൻ ലൂസിൻ ബയോസിന്തസിസ് ജീൻസുകളുണ്ട്, ഈസ്റ്റ് സെൻട്രോമിയർ സീക്വൻസ് ഉണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയുന്നത് ഈക്കോളയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്മിഡാണ്. അതിന് നമുക്ക് ലാർജ് പീസ് ഓഫ് DNA നമുക്കൊരു നോൺ ബാക്ടീരിയൽ സോഴ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ കോപ്പീസ് ആൻഡ് ഇനഫ് മെറ്റീരിയൽ ഫോർ അനലൈസിസ് ഓഫ് സീക്വൻസ് ഓഫ് DNA. നമ്മൾ സാധാരണഗതിയിൽ ഹ്യൂമൻ ജീനോം സീക്വൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെക്ടറാണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയും. ഓക്കെ, അനദർ ആർട്ടിഫിഷ്യൽ ക്രോമസോം ഈസ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഇറ്റ്സ് ഇൻ ഷോർട്ട് YAC. ഇറ്റ് കണ്ടെയ്നിങ് എ ഈസ്റ്റ് ടെലിമിയർ. ടെലിമിയർ എന്ന് പറയുന്നത് അതിൻ്റെ എൻഡിനെ പറയുന്ന പേരാണ് ഈ ടെലിമിയർ എന്ന് പറയുന്നത്. ദെൻ ഈസ്റ്റ് സെൻട്രോമിയർ സീക്വൻസ്, CE എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ടിനി TEL എന്ന് പറയുന്ന സംഗതികളാണ്. അതൊരു സർക്കുലൈസ് ചെയ്യുന്ന സമയത്ത് അത് രണ്ടും ജോയിൻ ആവുന്നത്. CEN എന്ന് പറയുന്നത് ഒരു സെൻട്രോമിയർ എന്ന് പറയുന്ന ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. ദെൻ ദർ ഈസ് ആൻ മാർക്കർ ജീൻ ലൈക്ക്
TRP1 and URA3, which is responsible for the tryptophan uracil independence, and there is an origin of replication ARC എന്ന് പറയുന്ന ഒരു origin of replication ഉണ്ട്. ആംബിസിലിൻ റെസിസ്റ്റൻ്റ് ജീൻസുകളുണ്ട്. These are the yeast artificial chromosome. Finally, this is some examples of vectors and host cell and the size of foreign insert which can be inserted into the vector. phage lambda എന്ന് പറയുന്നത് ഈക്വളി ഹോസ്റ്റ് സെല്ലാകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെക്ടറാണ്. 5 to 25 KB വരെ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. കോസ്മിഡ് എന്ന് പറയുന്ന സമയത്ത് ഈക്വളി തന്നെയാണ് ഹോസ്റ്റ് സെൽ എന്ന് പറയുന്നത്. 35 to 45 കിലോ ബേസ് പെയർ വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. P1 phage 7 to 1000 കിലോ ബേസ് പെയർ വരെ ഇൻസേർട്ട് ചെയ്യാം. ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഈക്വളി ഈസ് ദ ഹോസ്റ്റ് സെൽ, but we can transfer 100 to 300 kilo base pair length of desired DNA. Bacterial artificial chromosome 100 to 300, and yeast artificial chromosome, here host is Streptomyces eurocerevisiae, and we can transfer up to 200 to 2000 kilo base pair. അപ്പോൾ ഇതാണ് ഒരു ഹോസ്റ്റ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ യൂസ് ചെയ്യുന്ന ക്ലോണിംഗ് വെക്ടേഴ്സ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ് വെക്ടർ എന്ന് പറയുന്നത്. 5 മാർക്കിന് സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ എസ്എ ക്വസ്റ്റ്യൻ്റെ കൂടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റീകോമിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ വിത്ത് സ്പെഷ്യൽ എംഫസിസ് ഓൺ ക്ലോണിംഗ് വെക്ടേഴ്സ് ആസ് വെൽ ആസ് എൻസൈം യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ് ക്വസ്റ്റ്യനായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ.